മന്ദാന്തോളിതഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീതാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണാശരണം, ശ്രീപാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയം. അവസാനത്തെ അധ്യായമാണ് ഭഗവത്ഗീതയുടെ 18ാമത്തെ അധ്യായമാണ് ഇത്. ഇതിൻ്റെ മുമ്പുള്ള 16 അധ്യായങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. 17 ആദ്യത്തെ അധ്യായത്തിൽ വലിയ പ്രസക്തിയില്ല ഭഗവത്ഗീത, ഭഗവാൻ അതിലൊന്നും പറഞ്ഞിട്ട് തന്നെ. അതിൻ്റെ മുമ്പുള്ള ആ 16 ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അധ്യായങ്ങളുടെ ഒരു ചുരുക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത് എന്ന് നമുക്ക് പറയാം. അതാണ് ഈ 18ാമത്തെ അധ്യായത്തിൽ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ 78 ശ്ലോകങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിൽ ഭഗവാനോട് അർജുനന് ചില സംശയങ്ങളായിരുന്നു ഇപ്പോഴും അല്ലേ. എന്താണ് ത്യാഗം, എന്താണ് സന്യാസം എന്നുള്ളത്, രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെയാണ് ഇനി അർജുനന് അറിയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലേക്ക് ഒരാൾക്ക് ശ്രദ്ധ ഉണ്ട്, എന്തെങ്കിലും ഒരു ജ്ഞാനത്തിനെ പ്രാപ്തി ചെയ്യണം എന്നുള്ള ആ പൂർണ്ണ വിശ്വാസവും, അല്ലെങ്കിൽ അതിലേക്ക് ഗുരുവിൽ വിശ്വാസവും ആ ജ്ഞാനത്തിന് പൂർണ്ണത നേടാനുള്ള അപ്പോൾ സംശയങ്ങൾ കൂടി വരും. ഒരു സംശയമില്ല എൻ്റെ അർത്ഥം നമ്മളതിലേക്കൊന്നും അത്ര വലിയ ഇതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, സ്കൂളിലും പറയല്ലേ. അപ്പം അതുമാതിരി ഇവിടെ അർജുനനും ഇതാണ് സന്യാസവും ത്യാഗവും രണ്ട് ഏതാണ്ട് ഒന്ന് തന്നെയാണ് തോന്നുന്നത് നമുക്ക് അല്ലേ. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് പറഞ്ഞാൽ സന്യാസം. വസ്ത്ര സന്യാസത്തിൻ്റെ എല്ലാം മനസ്സിൻ്റെ സന്യാസം. മനസ്സിലാണല്ലോ എല്ലാതും അല്ലേ. വസ്ത്രം നമുക്ക് ബാഹ്യമായിട്ട് കാവ്യ വസ്ത്രം എടുക്കാം, വെളുത്ത വസ്ത്രം എടുക്കാം, എന്ത് വേണമെങ്കിൽ വസ്ത്രം എടുക്കാം. പക്ഷെ മനസ്സിന് സന്യാസം വേണം. മനസ്സിൻ്റെ ആ സന്യാസാവസ്ഥ അത് മനസ്സ് തന്നെയാണ്. നമ്മൾ ത്യാഗവും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ത്യജിച്ചു, ഇടയ്ക്കിടയ്ക്ക് അതിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ത്യജിച്ചിട്ടില്ല, അതിനെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഫലേച്ഛയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസമെന്നും കർമ്മഫലങ്ങളിലുള്ള ആ ആസക്തി, അതിൻ്റെ ഓർമ്മ വരെ അതായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെ ആ ബന്ധങ്ങളെ, ആ കർമ്മഫലമായിട്ടുള്ള ബന്ധം തന്നെ മറന്നു കളയുക, അതിനെ ഉപേക്ഷിക്കലാണ് ത്യാഗം എന്നാണ് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് മോക്ഷ സന്യാസ യോഗം എന്നുള്ള അധ്യായമാണ്. സന്യാസത്തിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ സന്യാസത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ് എന്നാണ് നമുക്ക് ഈ അവസാനത്തെ അധ്യായം പറഞ്ഞു തരുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനൻ്റെ ഒരു സംശയമാണ്, ചോദ്യം എന്ന് പറയാൻ നോക്കില്ല, സംശയം എന്ന് പറയാൻ പറ്റുള്ളൂ. അർജുന ഉവാച സംന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ഋഷികേശ പൃഥക്കേശി നിഷൂദന. അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ മഹാബാഹു ആയിട്ടുള്ള ഋഷികേശ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ഋഷിയല്ല, ഋഷി, ഹാർഡ് ഋഷി. ഋഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളാണ് നമ്മളിതിൻ്റെയൊക്കെ മുമ്പേ മനസ്സിലാക്കിയല്ലേ. അപ്പം നമ്മുടെ 10 ബാഹ്യമായ ഇന്ദ്രിയങ്ങളും പ്രബലനായിട്ടുള്ള മനസ്സ് എന്നുള്ള ഇന്ദ്രിയത്തിൽ ഇതിൻ്റെ സ്വാമി അല്ലെങ്കിൽ ഇതിൻ്റെ നാഥൻ ആരാണ്? ഈ ഋഷികേശനാണ്, ഭഗവാനാണ്. നമ്മുടെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ ഭഗവാനാണ്. ആ ഭഗവാൻ അതിലേക്ക് ആ ഇന്ദ്രിയത്തിനെ ത്യജിച്ചാൽ പിന്നെ ആ ഇന്ദ്രിയത്തിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കണ്ണിനെ ഭഗവാൻ ത്യജിച്ചു, നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. മാതിരി ശ്രോത്രമായ ചെവി എന്നുള്ള ഇന്ദ്രിയത്തിന് അത് ത്യജിച്ചു ഭഗവാൻ, നമുക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ മഹാബാഹു ആയിട്ടുള്ള ഋഷികേശ അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ, കേശി നിഷൂദന, ആ കേശിയെ വധിച്ചവനെ. കേശി എന്നുള്ള ആ അസുരൻ ഒരു കുതിരയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വന്നു. ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാനെ കൊല്ലണം എന്നുള്ള ആ പല ആഗ്രഹങ്ങളിൽ എന്ന ആഗ്രഹത്തിൽ പല ദുഷ്ടന്മാരെ അസുരന്മാരെ കംസനയക്കുണ്ടായി അല്ലേ. അപ്പം അതുമാതിരി ഭഗവാന്റെ നേരെ യുദ്ധത്തിന് അല്ലെങ്കിൽ ഭഗവാനെ കടിച്ച് ഭഗവാനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു താല്പര്യമായിട്ടാണ് വന്നത് ഈ കേശി. ഭഗവാൻ അവനെ വധിക്കണ്ടായി. അപ്പം ആ കേശിയെ വധിച്ചവനായിട്ടുള്ള ഭഗവാനെ സംന്യാസസ്യ ത്യാഗസ്യ ച തത്വം പൃഥക് വേദിതും ഇച്ഛാമി. ഞാൻ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വത്തിനെ അഥവാ ഉദ്ദേശത്തിനെ പ്രത്യേകമായിട്ട് ഒഴുക്കമട്ടിലല്ല, നല്ല ഗഹനമായിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് വേദിതും ഇച്ഛാമി, എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇച്ഛിക്കണു എന്നാണ് അർജുനൻ പറയണത്.
അപ്പോൾ ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്, മഹാബാഹുവായിട്ടുള്ള ശ്രീകൃഷ്ണ, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ, കേശിയെ ഹനിച്ചവനാണ് അങ്ങ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അങ്ങ്. അത്തരത്തിലുള്ള ഭഗവാനെ, ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പൂർണ്ണത എന്താണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അർജുനൻ പറയണത്. അതിന് ഭഗവാൻ ഇനി എന്താണ് ഉത്തരമായിട്ട് കൊടുക്കുന്നത്? ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഗുസ്ത്യാഗം വിചക്ഷണ. കാമ്യാനാം കർമ്മണാം ന്യാസം. അപ്പം ശ്രീ ഭഗവാൻ പറയാണ്, കാമ്യാനാം കർമ്മണാന്യാസം എന്ന് പറഞ്ഞാൽ കാമ്യങ്ങളായിട്ടുള്ള ആ കർമ്മങ്ങളുടെ ന്യാസത്തിന്. കർമ്മങ്ങൾ പലതരത്തിലുണ്ട് അല്ലേ? ഒന്ന് ത്യാഗപൂർവം ചെയ്യണു, ഒന്ന് കാമ്യമായിട്ട് ചെയ്യണം, കാമനകളോട് കൂടെ ഫലേച്ഛയോട് കൂടെയുള്ള ആ ഫലേച്ഛയോട് കൂടെയുള്ള കർമ്മണം ആ കർമ്മങ്ങളെ ന്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ, സംന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ന്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ സ്ഥാപിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിഷ്ഠിക്കുക, അതിനെ ആർക്കെങ്കിലും അല്ലെങ്കിൽ കൊടുക്കുക, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പം സംന്യാസം, സമ്യക്കേന ന്യാസം. സമ്യക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകപൂർവം നമ്മൾ അതിനെ ന്യാസം ചെയ്യുക, അതിനെ പ്രതിഷ്ഠിക്കുക എവിടെ? ഭഗവാനില്ല അല്ലേ? അപ്പം ആ സന്യാസം എന്നുള്ളത് നമ്മുടെ കർമ്മഫലങ്ങളെ വളരെ വിവേകപൂർവം ഭഗവാനിലേക്ക് സമർപ്പിക്കുക, അങ്ങനെ അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ത്യാഗം, അത്തരം ത്യാഗത്തിനെ, ആ കർമ്മഫലങ്ങളുടെ ത്യാഗത്തിനെ സന്യാസം കവയ വിദു, അതിനെയാണ് സന്യാസം എന്ന് കവികൾ അഥവാ വിദ്വാൻമാരായിട്ടുള്ള പണ്ഡിതന്മാർ അവരൊക്കെ അറിയാം. അവരൊക്കെ അറിയാം. വിചക്ഷണ സർവകർമ്മഫലത്യാഗം പ്രാഹു. അപ്പോൾ വിചക്ഷണന്മാരായിട്ടുള്ളത് പറഞ്ഞാൽ, വിചക്ഷണന്മാരാന്ന് പറഞ്ഞല്ലോ ജ്ഞാനികളായിട്ടുള്ള, വളരെ വളരെ വിദ്വാൻമാരായിട്ടുള്ള. വിചക്ഷണം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകമായിട്ടുള്ള ആ ചക്ഷുക്കളോട് കൂടിയവർ അല്ലെങ്കിൽ വിദ്വാൻമാരായവർ. പ്രത്യേക ചക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനചക്ഷുള്ളവരെ, വിദ്വാൻമാരായവർ, വിലക്ഷണമായ പാണ്ഡിത്യത്തോട് കൂടിയവർ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സർവകർമ്മ ഫലത്യാഗം, എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിക്കുന്നതിനെ ത്യാഗം പ്രാഹു, അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സന്യാസവും ത്യാഗവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കൽ സന്യാസവും, ആ കാമ്യകർമ്മങ്ങളുടെ ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, പക്ഷേ കാമ്യമല്ലാത്ത കർമ്മങ്ങൾ, ഭഗവത് സമർപ്പണത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ ആ സന്യാസിക്കും തുടർന്ന് കൊണ്ടുപോകണം. പക്ഷേ ആ കർമ്മമായിട്ടോ ആ കർമ്മങ്ങളുടെ ഫലമായിട്ടോ മനസ്സുകൊണ്ട് പോലും ഒരു ചിന്ത പോലും പാടില്ല, ഒരു ബന്ധവും പാടില്ല എന്നാണ് ഇവിടെ നമുക്ക്. അപ്പോഴാണ് അത് ത്യാഗമാവുള്ളൂ. അപ്പം സന്യാസം പൂർണ്ണമാവണമെങ്കിൽ സർവസംഘങ്ങളും ത്യജിക്കണം. പറഞ്ഞാൽ എന്തിനായിട്ടുള്ള സർവസംഘം? കർമ്മഫലങ്ങളായിട്ടും പിന്നെ അന്യ വ്യക്തികളായിട്ടും അല്ലേ? ആ മനസ്സാലെ എല്ലാം ത്യജിക്കണം. എല്ലാം ത്യാഗം ആണെങ്കിലാണ് പൂർണ്ണ സന്യാസം ആവുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക വാഞ്ചയോട് കൂടിയുള്ള അല്ലെങ്കിൽ ഫല ഇച്ഛയോട് കൂടിയിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ്, എന്നാൽ മനസ്സിനെ അതിന് വിട്ടുകളഞ്ഞു, ആ ഓർമ്മ പോലും ഇല്ല, അതിനെയാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്വാൻമാരായിട്ടുള്ളവർ ത്യാഗം എന്ന് പറയണത്. ഫല ഉദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണം. ഇതാണ് നമുക്ക് ആദ്യം മുതൽക്കേ ഭഗവത്ഗീത പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ട് അതിനെ ഉതകുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഉന്നതിക്കുള്ള കർമ്മങ്ങളെ നമ്മൾ ത്യജിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അഭീഷ്ട സിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ ആഗ്രഹം സാധിക്കണം
ഇതിനെ മുൻനിർത്തിയിട്ടുള്ള യജ്ഞങ്ങളെ ഉപേക്ഷിക്കണം. പക്ഷേ ഹൃദയശുദ്ധിക്കും ആത്മശുദ്ധിക്കും അതുമാതിരി ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടുന്ന കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം, അനുഷ്ഠിക്കണം എന്നാണ്. സന്യാസം സ്വീകരിച്ചാലും ആത്മബോധത്തിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്യാജ്യം ദോഷവതിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണ യജ്ഞദാനതപകർമാന ത്യാജമിതി ചാപരെ ച അപരെ. ഏറെ മനീഷികൾ എന്താ പറയണത്? ഏകമനീഷിണ എന്നാൽ ചില മനീഷികളെ എന്താണ് പറയുന്നത് വിദ്വാൻമാരെ? കർമ്മദോഷവത് ഇതി ത്യാജ്യം പ്രാഹു. കർമ്മങ്ങള് ദോഷയുക്തമാണ്. ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിൽ ദോഷവും കാണും, ഇത് നല്ലത് കാണും, ചീത്തയും കാണും, ദോഷം ഉണ്ടാവും, പുണ്യം ഉണ്ടാവും അല്ലേ? പക്ഷേ ഇവരെന്താ പറയണ? ചില മനീഷികൾ പറയണത്, ചില ഋഷികളെ സന്യാസികൾ അവർ അഗ്നിയായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടാവില്ല അത്രേ. അവർ തന്നെത്താന പക്വമായുള്ള ഫലങ്ങളെ ഭക്ഷിക്കണു. അന്യൻ അവർക്ക് എന്തെങ്കിലും പാചകം ചെയ്ത് കൊടുത്താൽ അവർ ഭക്ഷിക്കണു. ഭിക്ഷയായിട്ട് കിട്ടണത് അതാണ്. അന്യൻ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പാചകം ചെയ്തിട്ട് ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കുക. ആ കയ്യിൽ കിട്ടുന്നത് വാങ്ങി അവരങ്ങനെ കഴിക്കും. ഒരു പാത്രമായിട്ടോ, അവരതിൽ പാത്രം ഉണ്ടാവില്ല, ഏകമായിട്ടുള്ള ഒരു വസ്ത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ദിവസം പോലും മുഴുവൻ താമസിക്കില്ല. ഇവർ രാത്രി കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ തണലിനെ വരെ അവർ ഉപേക്ഷിക്കത്രേ. അങ്ങനത്തെ സന്യാസികളുണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. എല്ലാതരം കർമ്മങ്ങളും ദോഷയുക്തമാണ് എന്നറിഞ്ഞിട്ട് ത്യാജ്യം പ്രാഹു അതിനെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് ചില മനീഷികൾ, ചില ഋഷിമുനികൾ പറയുന്നു. അവരെ അന്യവിദ്വാൻമാരെന്താണ്, അന്യമനീഷികൾ എന്താണ് പറയണത്? യജ്ഞദാനതപകർമ്മ ന ത്യാജ്യം ഇതി ച പ്രാഹു. യജ്ഞം, ദാനം, തപസ്, കർമ്മം, ആ തപകർമ്മം, കർമ്മം എന്ന് പറഞ്ഞാൽ തപസ്സാകുന്ന കർമ്മം, യജ്ഞമാകുന്ന കർമ്മം, ദാനമാകുന്ന കർമ്മം, ഇതിനെ ത്യാജ്യമല്ല, ഇതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക്, നമ്മുടെ ആത്മബോധത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപയുക്തമാണ് എന്ന് വേറെ ഒരു വിഭാഗം വിദ്വാൻമാർ പറയണു. എല്ലാ കാമ്യകർമ്മങ്ങളും ഫല ഇച്ഛയോടു കൂടിയുള്ള കർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണം എന്ന് ബുദ്ധിമാന്മാരായിട്ടുള്ള ചിലർ പറയുന്നുണ്ട്. പക്ഷേ യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വേറൊരു വിഭാഗം ഋഷികള്, മനീഷികള്, വിദ്വാൻമാര് അഭിപ്രായപ്പെടുന്നു. കാരണം ഇവ ആത്മശുദ്ധിക്ക് അത്യാവശ്യമാണ്. ഇതിൽ ഇനി ഭഗവാൻ ഇത് അങ്ങനെ പലരും പല അഭിപ്രായം പറയുന്നു. പക്ഷെ ഇത് ശരിക്കും തന്നെ യഥാർത്ഥ ഉത്തരം ആരുടെയിലുള്ളത്? നിശ്ചയിച്ച് പറയാനുള്ളത് ആരാണ്? ഭഗവാനാണ്. അപ്പം ആ ഭഗവാൻ തൻ്റെ നിശ്ചയത്തിന് ഇവിടെ ഉറപ്പിച്ചിട്ട് പറഞ്ഞു തരികയാണ്. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവേദ സംപ്രകീർത്തിത. ഹേ ഭരതസത്തമ, അല്ലയോ ഭരതസത്തമൻ എന്ന് പറഞ്ഞാൽ ഭരതവംശത്തിൻ്റെ ഏറ്റവും മുകുടമണിയായിട്ടുള്ള അർജുന, തത്ര ത്യാഗേ മേ നിശ്ചയം ശൃണു. അത്തരത്തിലുള്ള ആ ത്യാഗ വിഷയങ്ങൾ പലരും പല അവരുടെ അഭിപ്രായങ്ങളാണ്, പലരുടെ പല അഭിപ്രായങ്ങൾ, പല ഋഷികളുടെ മുനികളും. ആ ത്യാഗ വിഷയത്തിലുള്ള അഭിപ്രായത്തിൻ്റെ ഇടയിൽ മേ നിശ്ചയം ശൃണു, നീ എൻ്റെ നിശ്ചയത്തിൻ്റെ, അഥവാ എൻ്റെ അഭിപ്രായം മാത്രമല്ല അവിടെ ഭഗവാൻ നിശ്ചയിച്ച് ഉറപ്പിച്ച് പറയുന്നതാണ്, അതിനെ നീ കേൾക്കുക. കാരണം ഭഗവാനേക്കാളും നിശ്ചയിച്ച് പറയാൻ ആധികാരികമായിട്ട് ആരുമില്ല. അതല്ലേ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ സ്വയം അല്ലേ? കൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാൻ നേരിട്ട് തൻ്റെ നിശ്ചയം ഇവിടെ അറിയിക്കുകയാണ്. ഹേ പുരുഷ വ്യാഘ്ര, പുരുഷ സിംഹമായിട്ടുള്ള അർജുന, അപി ത്രിവിധ സംപ്രകീർത്തിത. അപി എന്ന് പറഞ്ഞാൽ അത് ഏത് ഇവിടെ ത്യാഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? ആ ത്യാഗം 3 വിധത്തിലാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അഥവാ സംപ്രകീർത്തിത, കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ത്യാഗം കീർത്തിക്കേണ്ടത് തന്നെയാണ് അല്ലേ? ത്യാഗം ചെയ്യൽ എളുപ്പമൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടാനാണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ. ത്യാഗം ചെയ്യാൻ ആര് പെട്ടെന്ന് തയ്യാറാവും അല്ലേ? ത്യാഗം ചെയ്യണമെങ്കിൽ ഒരു വലിയ മനസ്ഥിതി വേണം.
വളരെ വലിയൊരു മനസ്ഥിതി വേണം. എന്തിനാ നമ്മുടെയൊക്കെ വേണ്ടാത്തൊരു വസ്തുവിനെ നമ്മൾ ത്യാഗം ചെയ്യാൻ 4 വട്ടം മനുഷ്യർ ആലോചിക്കും. എനിക്കിത് പിന്നേലും എപ്പോഴേലും ആവശ്യം വരുമോ, അഥവാ ആവശ്യം വരുമോ എന്ന് ചിന്തിച്ചിരുന്നിട്ടാണ് ഒരു കീറത്തുണി വരെ വലിച്ചെറിയും. പക്ഷേ ഇവിടെ കർമ്മഫലങ്ങൾ, സ്വർഗത്തിൽ വരെ പോവാനുള്ള കർമ്മഫലങ്ങളെ നിഷ്പ്രയാസമാണ് അങ്ങോട്ട് ഭഗവാന് വിട്ടുകൊടുക്കുന്നത്. അപ്പം അതത്ര എളുപ്പമല്ല, അത് കീർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. സംപ്രകീർത്തിത, വളരെയധികം കീർത്തിക്കപ്പെട്ടിരിക്കണു. ഇനി ഭഗവാൻ തന്നെ നിശ്ചയത്തിനെ പറയുകയാണ് ഇവിടെ. അല്ലയോ ഭരതശ്രേഷ്ഠനായിട്ടുള്ള അർജുന, ത്യാഗത്തിനെ കുറിച്ച് എൻ്റെ വിധി നിർണയം, എൻ്റെ ദൃഢനിശ്ചയം നീ കേൾക്കൂ. അല്ലയോ പുരുഷന്മാരിൽ സിംഹമായവനെ, ത്യാഗം 3 വിധം എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളത്, അഥവാ കീർത്തിച്ചിട്ടുള്ളത്. ത്യാഗത്തെ പറ്റി അഭിപ്രായങ്ങൾ പലതും ഉണ്ടല്ലേ. നമുക്ക് പലരുടെയും പല അഭിപ്രായങ്ങൾ, പല ഋഷികളുടെയും മുനികളുടെയും, സാധാരണക്കാരില്ല, അവരപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണെന്നുള്ളത്. അപ്പം ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ നിശ്ചയം, അഭിപ്രായം മാത്രമല്ല നിശ്ചയം വെളിപ്പെടുത്തുന്നത് കൊണ്ട് അത് തന്നെയാണ് അന്തിമ തീരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ നിശ്ചിതങ്ങളായിട്ടുള്ള വിവിധ നിയമങ്ങളാണ് വേദങ്ങൾ. ഇവിടെ ഭഗവാൻ സ്വയം സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വാക്കുകളെ, അല്ലെങ്കിൽ ഭഗവാന്റെ നിശ്ചയത്തിനെ അന്തിമ നിശ്ചയമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ഇപ്പോൾ പ്രകൃതിയുടെ 3 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എപ്രകാരമാണോ പ്രക്രിയ നടക്കുന്നത്, അല്ലെ, സത്ത് രജ തമോ ഗുണത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അത് ത്യാഗവും സന്യാസവും കർമ്മവും ജ്ഞാനവും എല്ലാം ഈ 3 ഗുണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ആ 3 ഗുണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ത്യാഗപ്രക്രിയ ഏതെല്ലാമാണ് എന്നാണ് ഇനി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അപ്രകാരം തന്നെ വേണം അതിനെ വിലയിരുത്താൻ എന്നാണ്. ഇത് ഏത് തരത്തിൽ, ഏത് വിഭാഗത്തിൽപ്പെട്ടു, സത്വഗുണിയായ ത്യാഗമാണോ, രജോ ഗുണിയായതാണോ, തമോ ഗുണിയായതാണോ എന്ന് ആ കർമ്മങ്ങളുടെ, അല്ലെങ്കിൽ ആ ഏതോ കർമ്മമോ ജ്ഞാനമോ അല്ലെങ്കിൽ ത്യാഗമോ എന്തോ ആയിക്കോട്ടെ, അത് ഏതിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. യജ്ഞദാന തപ കർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തമശ്ചൈവ തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞദാന തപ കർമ്മ, യജ്ഞം, ദാനം, തപസ് എന്നിവയുടെ അനുഷ്ഠാനമായിട്ടുള്ള ആ കർമ്മങ്ങൾ നത്യാജ്യം, ഇത് ത്യജിക്കപ്പെടേണ്ടതല്ല. അപ്പം യജ്ഞമായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, തപസ്സായിക്കോട്ടെ, തപസ്സെന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ അല്ലേ. ഏകാദശി, ഇപ്പോൾ സന്യാസിയായി ഏകാദശി നോൽക്കണ്ട, അത് ശരിയല്ല. ഏകാദശി നോൽക്കണം, അല്ലെങ്കിൽ അതുമാതിരിയുള്ള പല അനുഷ്ഠാനങ്ങളുണ്ടാവും, അതിനെ ത്യജിക്കരുത്. യജ്ഞം പറഞ്ഞാൽ ഇനി ഞാൻ യജ്ഞം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ചെറിയ നമ്മുടെ വീട്ടിലൊരു വിളക്ക് കത്തിക്കൽ നമുക്കൊരു യജ്ഞമായിട്ട് കണക്കാക്കാം. ആ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള നിയമപ്രകാരം അതിന് ചെയ്യണത് അതൊരു ഏറ്റവും ചെറിയതിൽ വെച്ച് ചെറിയ യജ്ഞമാണ്. അമാതിരി ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുക അല്ലേ. അതിഥി യജ്ഞം, അതിഥിക്ക് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുക, ഇത് ത്യജിക്കേണ്ടതാണോ? അയ്യോ ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്യില്ലേ, എനിക്ക് ഫലമൊന്നും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു അതിഥി കയറി വരുമ്പോൾ അവർക്കൊന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഭൂതയജ്ഞം, അങ്ങനെ പല യജ്ഞങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്നും ത്യാജ്യമല്ല, കാരണം അത് നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ്. തത്, ആ കർമ്മം, കാര്യമേവ യജ്ഞ ദാന തപ ഏവച്ച, തത്, അത് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാര്യമേവ, ആ കർമ്മത്തിനെ പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്, അതിനെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. അത്തരം കർമ്മങ്ങൾ അതെന്തെല്ലാമാണ്? യജ്ഞം, ദാനം, തപസ് ഏവച്ച. യജ്ഞവും ദാനവും തപസ്സും. തപസ്സെന്ന് പറഞ്ഞ അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ കൃത്യനിഷ്ഠ, അല്ലെങ്കിൽ ഒരു നിഷ്ഠ, ജീവിതത്തിൽ നിഷ്ഠ. അപ്പം മനീഷിനാം പാവനാനി, ഇത് എല്ലാവരെയും മനീഷികളെ വരെ, സാധാരണക്കാരെ പിന്നെ ചോദ്യമില്ലേ. ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകളാണ്. ഇതെല്ലാം യജ്ഞം, ദാനം, തപസ് അഥവാ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലത്തെ മാലിന്യങ്ങളെ, കാമക്രോധ ലോഭമോഹമത മാത്സര്യങ്ങളെ ഒക്കെ നീക്കാനുള്ളതാണ്. അത് മനീഷികൾക്കും ആവശ്യമാണ്. കാരണം ഒരു മനീഷിയാണെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ അഹങ്കാരം വരാം, അല്പം അല്ലേ. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുളം കുളിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പായലുണ്ടാവും, അല്ലേ, പായൽ.
എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെ പായൽ കയറി വരും അവിടെ പണ്ട കാലത്ത്. അപ്പോൾ എന്തുണ്ടാവും, കുളിക്കുന്ന സമയത്ത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ആൾക്കാർ കുളിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവർ കയറിപ്പോയി കുറേ നേരം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക, വീണ്ടും ആ പായൽ ഇങ്ങനെ കയറി അടുത്തടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ വീണ്ടും അവർ നീക്കും. അതേമാതിരിയാണ് ഈ മനുഷ്യ ശരീരം, ദേഹധാരികൾക്കൊക്കെ ഉള്ളിൽ അല്പാൽപ്പം കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പല ഋഷികളുടെയും വിശ്വാമിത്രനൊക്കെ എത്ര ഹരിശ്ചന്ദ്രനെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അമാരി വസിഷ്ഠനും വിശ്വാമിത്രനും കൂടി എത്ര ശണ്ട കൂടിയിട്ടുണ്ട്. അപ്പം അത്തരം വലിയ വലിയ വിദ്വാൻമാരായിട്ടുള്ള മനീഷികൾക്ക് വരെ ഉള്ളിൽ എന്തെങ്കിലും മാലിന്യം കയറാനൊരു അവസരം ഉണ്ടാവും. അപ്പം അതിന് ഇത് ആവശ്യമാണ്. അപ്പം അവരുടെ മനസ്സിനെയും കൂടിയും ഇത് പാവനകരമാക്കും, ആത്മാവിനെ ശുദ്ധീകരിക്കും. അപ്പം യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടുക തന്നെ വേണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് ഈ 3 അനുഷ്ഠാനങ്ങൾ: യജ്ഞം, ദാനം, തപസ്. ഏതാന്യപിതു കർമാണി സംഗം ത്യക്താ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. അഭിതു പാർത്ഥ ഏതാനി കർമാണി. അഭിതു എന്ന് പറഞ്ഞാൽ എന്നാൽ, ഹേ പാർത്ഥ, ഏതാനി കർമാണി, ഈ കർമ്മങ്ങളെ, അത് യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങളെ സംഘം ഫലാനിജ ത്യക്ത്വ, സംഘം ഫലം ഇതിനെ ത്യജിച്ചിട്ട്. സംഘം എന്തായിട്ടുള്ള സംഘം? കൂടെയുള്ള മനുഷ്യരായിട്ടുള്ള സംഘം, അതൊരു സംഘം, അത് ബാഹ്യമായ സംഘങ്ങൾ. പിന്നെ കർമ്മം ചെയ്തു അതിൻ്റെ ഫലത്തിനോടുള്ള സംഘം. അപ്പം ഏത് തരത്തിലുള്ള സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സമ്പർക്കങ്ങളെയും അല്ലെങ്കിൽ ആസക്തികളെയും അതിൻ്റെ ഫലത്തിനോടോ അല്ലെങ്കിൽ അന്യ കൂട്ടാളികളോടും അടുത്തുള്ള ബന്ധുക്കളോടും അതിൻ്റെ എല്ലാം ത്യജിച്ചിട്ട്, ത്യക്ത്വ കർത്തവ്യാനി ഇതി മേ നിശ്ചിതം ഉത്തമം മതം. ഇതെൻ്റെ കർത്തവ്യമാണ്. ഈ കർമ്മം ചെയ്യൽ ആരെയും സന്തോഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫലം കിട്ടാനോ ഒന്നും ആവരുത്. എന്തിനു വേണ്ടിയിട്ടാവണം? ഇതെൻ്റെ കർത്തവ്യമാണ്. മനുഷ്യ ശരീരം എടുത്ത് ഞാൻ വന്നു, കാരണം എനിക്ക് ഈ ജ്ഞാനം നേടിയതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ യജ്ഞം നടത്തും, ഞാൻ ദാനം ചെയ്യും, എൻ്റെ ഉള്ള കാര്യങ്ങൾ. ദാനത്തിന് കുറേ പണം വേണമെന്നില്ലല്ലോ, നമുക്കുള്ള അറിവിനെ ദാനം ചെയ്യാലോ. മനീഷികളുടെയിലൊക്കെ ധാരാളം പണം കാണുമോ? അവരവരുടെ അറിവിനെ അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കൊടുക്കണോ. അതേമാതിരി അവരുടെ ജീവിതത്തിൽ നിഷ്ഠ കാത്തു സൂക്ഷിക്കണോ. തപസ്, ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞാൽ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനത്തെ പല നിഷ്ഠകൾ അത് തൻ്റെ കർത്തവ്യമാണ്, ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് കരുതിയിട്ട് അവർ ചെയ്യും. ഇത് മേ നിശ്ചിതം ഉത്തമം മതം, ഇതെൻ്റെ നിശ്ചിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ടുള്ള ഉത്തമവുമായിട്ടുള്ള മതം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് അല്ലെങ്കിൽ നിശ്ചയമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആസക്തിയോ ഫല ഉദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ യജ്ഞ, ദാന, തപസ്സുകൾ. അല്ലയോ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ വേണം അവയെ നിറവേറ്റാൻ. ഇത് നമ്മളെ നല്ല സാധാരണക്കാർക്കും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കാവ്യവസ്ത്രം കൊടുക്കണോ അല്ലെങ്കിൽ വെള്ളവസ്ത്രം കൊടുക്കണോ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സുകൊണ്ടാണ് സന്യാസം, മനസ്സന്യാസമാണ്. നമ്മൾക്കും ഇതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നതാണ്. എല്ലാം ആയിക്കോട്ടെ, ബന്ധുക്കൾ 4 പുറം നിന്നോട്ടെ, ധാരാളം സമ്പത്തുണ്ടായിക്കോട്ടെ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിക്കോട്ടെ, മനസ്സിൽ ഇതിനെ എന്നും പ്രവേശിപ്പിക്കാഞ്ഞാൽ മതി. അല്ലേ? നമ്മൾ പറയാറുണ്ട്, വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ നദിയുടെ മുകളിൽ, കടലിൻ്റെ മുകളിൽ തോണി നിൽക്കുന്നത് നല്ലതാണ്. അതപ്പോൾ നന്നായിട്ട് യാത്ര ചെയ്യും. പക്ഷേ അതേ വെള്ളം തോണിയുടെ ഉള്ളിൽ കയറിയാൽ എന്താ ഉണ്ടാവുക? തോണി മുങ്ങും, യാതൊരു സംശയവും. ഇപ്പോൾ വെള്ളവും തോണിയും രണ്ടും നല്ല കാര്യമാണ്, ഒന്നിനും ദോഷമല്ല. പക്ഷേ ആ പുറത്തുള്ള ആസക്തികൾ അഥവാ ആ പുറത്തുള്ള ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയാലോ അത് നമ്മളെ മുക്കുകയുള്ളൂ. മുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഈ സംസാരത്തിലേക്ക് നമുക്ക് വരേണ്ടി വരും. അപ്പം എല്ലാത്തിൻ്റെയും മീതെ ഒരു തോണിയായിട്ട്, അതായിട്ട് വലിയ സമ്പർക്കം ഇല്ലാണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ല, അതിനെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണെങ്കിലോ നമുക്ക് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടിയും വരും. അപ്പം ആസക്തിയോ പല ഉദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ 3 കർമ്മങ്ങൾ. അല്ലയോ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ അവ നിറവേറ്റേണ്ടതുമുണ്ട്. ഇതാണ് എൻ്റെ
അന്തിമമായിട്ടുള്ള അഥവാ ഉത്തമമായിട്ടുള്ള അഭിപ്രായം എന്നാണ് ഭഗവാൻ പറയണത്. നിയതസ്യ സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാതസ്യ പരിത്യാഗ താമസ പരികീർത്തിത. ത്യാഗങ്ങൾ 3 തരത്തിലുണ്ട്. ഈ യജ്ഞ, ദാനം, തപസ്, കർമ്മ എല്ലാതും തന്നെ 3 തരം ഗുണങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് എന്ന് ഭഗവാൻ പറയണ്ടായി. അപ്പം ആദ്യം തന്നെ ഇവിടെ ഭഗവാൻ താമസ ഗുണം അടിസ്ഥാനമായിട്ടുള്ള ത്യാഗത്തിനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പം നിയതസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ വർണ്ണ ആശ്രമങ്ങൾക്ക് അനുയോജ്യമായിട്ട് തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മണതു ആ കർമ്മത്തിൻ്റെ ആകട്ടെ സംന്യാസ ന ഉപപദ്ധ്യതേ ആ കർമ്മത്തിനെ ത്യജിക്കുന്നത് ഉപയുക്തമല്ല. തൻ്റെ വർണ്ണ ആശ്രമങ്ങൾക്ക് അനുയോജ്യമായിട്ട് തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കല് അത് യുക്തമല്ല, അത് ശരിയല്ല. മോഹാത് തസ്യ പരിത്യാഗ മോഹാത്മ അജ്ഞാനം അല്ലെങ്കിൽ വ്യർത്ഥമായിട്ടുള്ള ചിന്ത. വല്ലതും പറയുന്നിട്ട് അതിനെ തൻ്റെ ജീവിതത്തിൽ പകർത്തും. വേദത്തിൽ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞത് ഇതൊന്നും ചിന്തിക്കാണ്ട് വല്ലതും എവിടെയെങ്കിലും കെട്ടുകഥകൾ കേട്ടിട്ട് അതിങ്ങനെ പറഞ്ഞു പരത്തും. എന്നിട്ട് അതിനെ വിശ്വസിക്കും. ശാസ്ത്രങ്ങളിൽ പറഞ്ഞേക്കാളും വിശ്വാസം കെട്ടുകഥകളിലാണ്. ആൾക്കാർക്ക് വ്യർത്ഥമായിട്ടുള്ള ചിന്തനം അല്ലെങ്കിൽ വ്യർത്ഥമായിട്ടുള്ള ജൽപ്പനങ്ങൾ കേട്ടിട്ട് മോഹം മൂലം അഥവാ അജ്ഞാനം മൂലം അത് അജ്ഞാനമാണല്ലോ. ആ അജ്ഞാനം കൊണ്ട് തസ്യ പരിത്യാഗ താമസ പരികീർത്തിത അത്തരത്തിലുള്ള ത്യാഗം ആ പരിത്യാഗം എന്താണ്? താമസം ആണ്, താമസികമായിട്ടുള്ള ത്യാഗമാണ് എന്ന് പരികീർത്തിയതേ അതിനെ ഉദ്ഘോഷിക്കണു അല്ലെങ്കിൽ പറയപ്പെടുന്നു. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അവനവൻ്റെ വർണ്ണ ആശ്രമങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആ കർമ്മങ്ങളെ, വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. അജ്ഞാന നിമിത്തം അഥവാ വ്യാമോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യർത്ഥമായിട്ടുള്ള ജൽപ്പനങ്ങൾ കേട്ടിട്ട് അത് അങ്ങനെ ചെയ്യണു എങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭൗതിക സംതൃപ്തിക്കായിട്ടുള്ള കർമ്മം ഉപേക്ഷിക്കണം. പക്ഷേ ആത്മ ഉന്നതിക്ക് ഉതകുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കാനും പാടില്ല. ആത്മ ഉന്നതിക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? താമസ ത്യാഗമായി തീരും. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ഇനി രാജസത്യാഗത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയണത്. യദുഃഖമിതിച്ച യാതൊരു വ്യക്തി ദുഃഖം ഇതി ഏവ ദുഃഖമാണ്, ഈ കർമ്മം ചെയ്യൽ വളരെ ക്ലേശം പിടിച്ചതാണ്, കഷ്ടപൂർണമാണ്, അല്ലെങ്കിൽ കുറേ പണം ചെലവാവുന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട്, ദുഃഖകരമാണ് എന്ന് വിചാരിച്ചിട്ട് കായക്ലേശ ഭയാത് ഇതിന് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, ശരീരക്ലേശം വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് ഭയന്നിട്ട് യത് കർമ്മ ത്യജേത് യാതൊരു കർമ്മത്തിനെ ത്യജിക്കുന്നുവോ സ രാജസം ത്യാഗം കൃത്വ അവൻ രാജസമായ ത്യാഗത്തിനെയാണ് അനുഷ്ഠിക്കുന്നത്. ത്യാഗഫലം ന ലഭേത് ഏവ എന്നാൽ ആ ത്യാഗം ചെയ്തിട്ട് വല്ല ഫലവും ലഭിക്കുമോ, ആത്മശുദ്ധി ഉണ്ടാവോ? ഉണ്ടാവില്ല. മടി, ഇത് ചെയ്യാനുള്ള മടി, ആ കർമ്മം ചെയ്താൽ എനിക്ക് കായക്ലേശം ഉണ്ടാവും, എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ പണം ദുഃഖം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? പണച്ചെലവ് വരും ഒക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ശരീരത്തിന് ക്ലേശം വരും, അല്ലെങ്കിൽ സമയത്തിന് നഷ്ടം വരും, ഇതൊക്കെ വിചാരിച്ചിട്ട് ഒരു കർമ്മത്തിനെ ത്യജിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. ലക്ഷ്യം മനഃശുദ്ധിയല്ലേ, അവിടെ ശുദ്ധി വരില്ല, അല്ല മനഃശുദ്ധി ഉണ്ടാവില്ല, ആത്മശുദ്ധി ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയണത്. ഇപ്പോൾ വേദസംഹിതമായിട്ടുള്ള നിയത കർമ്മങ്ങൾ ക്ലേശകരമാണ് എന്ന് വെച്ചോ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആ വ്യക്തിയെ നയിക്കില്ല എന്നാണ് ഭഗവാൻ ഇവിടെ നിശ്ചയിച്ച് പറയണത്. ഭഗവത് ഭക്തനായ ഒരാൾ വല്ലോദിഷ്ടകർമ്മമാണ് എന്ന് കരുതിയിട്ട് ധന ആർജിക്കണ മാർഗങ്ങളെ ഉപേക്ഷിക്കേണ്ടതൊന്നുമില്ല.
ധനാർജനം ഒരു തെറ്റായ കാര്യമാണെന്ന് പറയണില്ല, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, പണം സമ്പാദിക്കാനേക്കാളും പണം എപ്രകാരം ചെലവാക്കണം എന്നാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. പണം സമ്പാദിക്കാൻ എല്ലാവരും, ഭിക്ഷക്കാരനും കൂടി പണം സമ്പാദിക്കണം അല്ലേ, പക്ഷേ ആ പണത്തിനെ എപ്രകാരം നമ്മൾ ചെലവാക്കണം ഇതിനെ ആദ്യം പഠിക്കണം, എന്നിട്ടാണ് സമ്പാദിക്കാൻ പാടുള്ളൂ എന്നാ പറയാം. കാരണം അല്ലാണ്ട് തെറ്റായ വഴിക്ക് അതിനെ നമ്മൾ ചെലവാക്കിയാൽ നമുക്ക് നരകങ്ങളിൽ പോണ്ടി വരും. അത്തരം പ്രവൃത്തി കൊണ്ട് ആ ധനം ആർജിക്കുന്ന മാർഗങ്ങളെ ഉപേക്ഷിക്കണോണ്ട് വലിയ ലാഭമില്ല. അതിനെ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. താൻ നേടുന്ന ധനത്തിനെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാധവ സേവ മാനവ സേവ തന്നെയാണ് അല്ലേ. ഇപ്പം മനുഷ്യ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പശുവിൻ്റെ സേവ ചെയ്യണു ആൾക്കാർ, വലിയ പലതരം മൃഗങ്ങളുടെ സേവ ചെയ്യണു. അപ്പം അതുപോലെ സമുദായത്തിൻ്റെ എല്ലാവരുടെയും ജീവജാലങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ പണം ചിലവാക്കുകയാണെങ്കിൽ അത് നല്ലൊരു ത്യാഗമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അതിനെ ചിലവാക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് കയ്യും കെട്ടിയിരുന്നിട്ട് മനഃശുദ്ധി വരാൻ പോണില്ല. അതുകൊണ്ട് അത് രാജസത്യാഗമേ ആവുള്ളൂ, അത് നിഷ്ഫലമാവും എന്നാണ് ഭഗവാൻ പറയണത്. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്താ ഫലം ചൈവ നത്യാഗ സാത്വികോ മത. ഹേ അർജുന, സംഗം ഫലം ഏവച്ച, സംഘത്തും, സംഘം എന്ന് പറഞ്ഞാൽ കർമ്മഫലമായിട്ടുള്ള സംഘം, അല്ലെങ്കിൽ എൻ്റെ സമീപസ്ഥരായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള സംഘം, അത് ബന്ധം, ഇതിനെയൊക്കെ ത്യജിച്ചിട്ട് കാര്യം ഇതി ഏവ, ഇത് കർത്തവ്യമാണ്, കാര്യമേവ, ഇതെൻ്റെ കാര്യമാണ്, അഥവാ എനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മമാണ് എന്ന്, ആ കർത്തവ്യമാണെന്ന് കരുതിയിട്ട് നിയതം യത് കർമ്മ ക്രിയതേ, ആ നിയത കർമ്മങ്ങളെ, തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ആര് ചെയ്യുന്നുവോ സത്യാഗ സാത്വിക മത, അത്തരത്തിലുള്ള കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിനെ ത്യജിക്കൽ, അപ്പോഴാണ് സാത്വിക ത്യാഗമാവുള്ളൂ. അല്ലാണ്ട് ചെയ്യാണ്ടിരുന്നോണ്ടോ അല്ലെങ്കിൽ ക്ലേശമാവും അതാവും ഇതാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തെറ്റായിട്ട് ചെയ്തിട്ടോ ഇതിൻ്റെ ഫലം ലഭിക്കില്ല. ഇതിനെ തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മത്തിനെ ആ ജ്ഞാനത്തോടു കൂടി ചെയ്തിട്ട് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക, മനസ്സൊന്നേ വിട്ടു കളഞ്ഞാൽ ആ ത്യാഗം എന്താണ്? സാത്വിക ത്യാഗമാണ് എന്ന് ഭഗവാൻ അഭിപ്രായപ്പെടുകയാണ്. ഭഗവാൻ പറയാണ്, ഹേ അർജുന, ഭൗതിക സംഘരഹിതനായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പോലും ആരായിട്ടും, ശാരീരികമായിട്ട് ബന്ധം ഉണ്ടാവും അല്ലേ, കാണുമ്പോൾ ഒരാളെ നമ്മൾ കണ്ടില്ല കഴിക്കാൻ പറ്റുമോ, പക്ഷേ മനസ്സായിട്ട് അവരായിട്ട് യാതൊരു ആസക്തിയില്ല, ആ കർമ്മഫലങ്ങളായിട്ടും ആസക്തിയില്ല. ഇതിൻ്റെ എല്ലാം ഉറവിടം മനസ്സല്ലേ, ഇതിൻ്റെ എല്ലാം മൂലകാരണം മനസ്സല്ലേ. അപ്പം മനസ്സിനതിനേക്കാൾ ത്യജിക്കുക, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ത്യജിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പല ബന്ധങ്ങളും വയ്ക്കാതെ, അല്ലെങ്കിൽ കർമ്മഫലമായിട്ടോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടോ ബന്ധം വയ്ക്കാതെ, ഫലം ഉദ്ദേശിക്കാതെ തൻ്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിയിട്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവൻ്റെ ത്യാഗം സാത്വികമാണ്. നമുക്കെന്നാ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം. കുറേ 2-3 ആൾക്കാർ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ്, ഒരു സ്ഥലത്ത് ജോലി ചെയ്യാം. അപ്പോൾ അവിടെ അങ്ങനെ കുറേ കല്ലുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെട്ടിയിട്ട് ഒക്കെ നല്ല ആകൃതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരാളോട് ചോദിച്ചു, നിങ്ങളിത് എന്തിനാ വേണ്ടിയിട്ടാണ് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, ഓ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിത് രാവിലെ മുതൽക്ക് ഇത്രയും പണിയെടുക്കണം, എനിക്ക് ഇത്ര നല്ല ആൾക്കാരെ നന്നായിട്ട് എങ്ങനെ ജീവിക്കണു, എനിക്കിങ്ങനെ രാവും പകലും കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പെറുത്തിട്ട് ആ വ്യക്തി ജോലി ചെയ്യണ്ടായിരുന്നു. വേറൊരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യണേ? ഞാൻ എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് കുറച്ച് രാവും പകലും എനിക്ക് ജോലി എടുക്കേണ്ടി വരുന്നു ഇവിടെ. അപ്പോൾ അതിങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. ഇത് പണിയെടുത്താൽ വൈകുന്നേരത്തെ എനിക്ക് ഇതിൻ്റെ കൂലി കിട്ടും, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിനെ എനിക്ക് പരിപാലിക്കാം. അപ്പോൾ വേറൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാം? പറഞ്ഞു, എൻ്റെ അഹോഭാഗ്യം, ഞങ്ങളിതൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോവുകയാണ്, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയാണ്, ഇവിടെ ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കും, അതിനുള്ള പടികൾ ചവിട്ടി കയറാനുള്ള പടികളെ, അതിനുള്ള കല്ലുകളെയൊക്കെ ഞങ്ങൾ ആകൃതിയിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോൾ ഇതിൽ 3 നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ എന്തായിരുന്നു? ആ കർമ്മത്തിന് നമുക്ക്, അല്ലെങ്കിൽ ആ കർമ്മഫലത്തിന് നമുക്ക് എന്ത് പറയാം? അത് താമസമാണ്. രണ്ടാമത്തെ ജോലി ചെയ്ത കുടുംബം പുലർത്താൻ രാജസമായി അല്ലേ.
രണ്ടാമത് ഇവിടെ അഹോഭാഗ്യം, ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവരും, ഇവിടെ അവർക്ക് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ കയറും, അവർക്കുള്ള ചവിട്ടുപടിക്കുള്ള കല്ലുകൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞത്. അപ്പം സാത്വികമായിട്ടുള്ള ആ ഒരു ചിന്താഗതിയാണ് അവിടെ ചിന്താഗതി. എന്ത് ചിന്താഗതിയിലും നമ്മൾ എന്ത് കാര്യം ചെയ്യണം, അതിനാണ് മഹത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ മനോഭാവത്തോടുകൂടെ ആവണം തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫലം ഉദ്ദേശിച്ചിട്ടാവരുത്, തൻ്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണം. എന്നിട്ട് ആ കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറി നിൽക്കാൻ പാടൂ, അതും ചെയ്യരുത് എന്നാണ് ഭഗവാൻ പറയണത്. നദ്വേഷ്ടി അകുശലം കർമ്മ കുശലേനാനുഷജ്യതേ ത്യാഗി സത്വസമാവിഷ്ടു മേധാവി ഛിന്ന സംശയ. സത്വസമാവിഷ്ട, സത്വഗുണസമ്പന്നനായിട്ട്, ത്യാഗി ഛിന്ന സംശയ, ത്യാഗിയായിട്ട്, ത്യാഗി എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ പറഞ്ഞ ആൾമാര് അല്ലേ, ആ കർമ്മഫലങ്ങളെ എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് സത്വഗുണസമ്പന്നനായിട്ട്, ത്യാഗിയായിട്ട്, സംശയരഹിതനായിട്ട്, ഛിന്ന സംശയം, ഒരു സംശയങ്ങളും ഇല്ല, പൂർണ്ണതയാണ്. കാരണം ഭഗവാൻ ചെയ്യണത് എല്ലാം നന്മയ്ക്കാണ് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി സംശയരഹിതനായിട്ട്, മേധാവി അകുശലം കർമ്മ, മേധാവിയായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയായിട്ടുള്ള വ്യക്തി, ആ കുശലം കുശലം എന്ന് പറഞ്ഞാൽ നല്ല ശുഭമായിട്ടുള്ള ചില കാര്യങ്ങളെ ചിലരൊക്കെ നല്ല കാര്യങ്ങളെ പറയും, ചിലതിനെ ശുഭം പറയും, ചിലതിനെ അശുഭം എന്ന് പറയും. എല്ലാ ജോലികളും നല്ല തന്നെയാണല്ലോ, അതിൻ്റെ സ്ഥാനത്ത് ആ ജോലി നല്ലതാണ്. അപ്പോൾ അകുശലം സമുദായത്തിൻ്റെ കണ്ണിൽ ചിലപ്പോൾ അത് അത്ര നല്ല ജോലി ആയിരിക്കില്ല, പക്ഷേ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കുശലമായി തന്നെയാണ്, നല്ല ജോലി തന്നെ ആണ്. അപ്പം അങ്ങനെ ആ ആകെയായിട്ട് അങ്ങനത്തെ ബുദ്ധിശാലിയായിട്ടുള്ളവർക്ക് ഒരു കർമ്മങ്ങളും അശുഭവുമില്ല ശുഭവുമില്ല. കർമ്മ ന ദ്വേഷ്ടി, ആ കർമ്മത്തിനെ ദ്വേഷിക്കുന്നില്ല. ചിലർക്ക് ചില കർമ്മങ്ങളെ ഇഷ്ടപ്പെടില്ല അല്ലേ, ഇപ്പോൾ വഴിയൊക്കെ അടിച്ചു വാരുകയാണ്, അതിനോട് ദ്വേഷം തോന്നും, ഇത് നല്ല ജോലിയല്ല. അതുമാതിരി ഒരു അമ്പലത്തിൽ പൂജിക്കുക, ഇത് നല്ല ജോലിയാണ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ജോലികളും അതിൻ്റേതായ സന്ദർഭത്തിനും അല്ലെങ്കിൽ അതിൻ്റേതായ സ്ഥാനത്തും അത് നല്ലതാണ്. അപ്പം അങ്ങനെ ഒന്നിനും ദ്വേഷിക്കണില്ല, ഒന്നിനെയും ഇഷ്ടപ്പെടാതിരിക്കണില്ല. കുശലേ കർമ്മ ന അനുഷഞ്ജതേ, ആ കുശലമായ ശ്രേഷ്ഠമായ കർമ്മത്തിൽ ആസക്തനും ആവില്ല. ഇത് അശുഭമാണ് എനിക്ക് വേണ്ടാന്നും പറയില്ല, ഇത് ശുഭമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നും പറയില്ല. ഓരോ കർമ്മങ്ങളും അതിൻ്റേതായ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചത് ശ്രേഷ്ഠമാണ് അല്ലേ. ഒരാൾക്കുള്ള ജോലി അത് ആ വ്യക്തി തന്നെ ചെയ്യണം അല്ലെ. ഒരു പൂജാരി, ആ പൂജാരിയുടെ ജോലി ആ പൂജാരി തന്നെ ചെയ്യണം അല്ലെ. വേറൊരു അടിച്ചു വാരുന്ന വ്യക്തി അടിച്ചു വാരുന്ന അതിനെ കുശലതയോടുകൂടി ചെയ്യണം. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണെന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ബുദ്ധിശാലികൾ അപ്രകാരം വിചാരിക്കില്ല. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് ശുഭകർമ്മങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നിരിക്കും. കാരണം എല്ലാം ഇവിടെ ഭഗവാന്റെ തന്നെ സേവകളാണ്. ഇവിടെ അല്ലെങ്കിൽ ഒരു അശുഭമോ ശുഭമോ ഇല്ല, കർമ്മങ്ങളെല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യാണ്. അപ്പം പിന്നെ എന്ത് അശുഭം എന്ത് ശുഭം, എല്ലാം നല്ലതല്ലേ. അപ്പം ഭഗവത് ഭക്തിയും സാത്വിക ഭാവവും ഉള്ളവർക്ക് ആരോടും അല്ലെങ്കിൽ ഒന്നിനോടും വെറുപ്പ് ഉണ്ടാവില്ല. എല്ലാതും അവർക്ക് ശുഭമായിട്ട് മാത്രമേ തോന്നുള്ളൂ, നല്ലതായിട്ട് മാത്രമേ തോന്നുള്ളൂ. തൻ്റെ ശരീരക്ലേശങ്ങളോട് പോലെ അവർക്ക് ഒരു ഉണ്ടായിരുന്നു. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ കാര്യം, അതുമായിട്ടുള്ള വലിയ വലിയ മഹാൻ സന്തുക്കളുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം കാലദേശങ്ങളിൽ ആ പ്രവൃത്തി അതിന് യോജ്യമാണ്. ഇപ്പം ക്ലേശഫലങ്ങളെ ഭയപ്പെടാതെ ഇത് ഈ സമയത്തിനും ഈ കാലത്തിനും ഈ ദേശത്തിനും അനുയോജ്യം എന്ന് വിചാരിച്ചിട്ട് അവരതിനെ തൻ്റെ കർത്തവ്യമായിട്ട് അതിനെ ചെയ്യും, ആ പ്രവൃത്തി ചെയ്യും. ആധ്യാത്മിക അവസ്ഥയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്തരം ആൾക്കാർക്ക് അവരെ ബുദ്ധിമാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല, അവര് സംശയാതീതരായിരിക്കും. നഹി ദേഹവൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷത യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ.
ദേഹഭൃത കർമാണി അശേഷത, ദേഹധാരി ആയിട്ടുള്ള വ്യക്തി കർമ്മങ്ങളെ അശേഷത ഒട്ടൊഴിയാതെ ത്യക്തും ന ശക്യം ഹി, അല്ലേ? ഒരു ശരീരത്തോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കാൻ പറ്റില്ല. എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, ദേഹധാരികളായിട്ടുള്ള. കാരണം ദേഹത്തിൻ്റെ ആ ദൈനംദിന ആവശ്യകതകൾക്കും കൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ദേഹധാരിയായിട്ടുള്ള ആ വ്യക്തിക്ക് കർമ്മങ്ങളെ ഒട്ടും ചെയ്യാതെ ഒഴിയാൻ ഇവിടുന്ന് പറ്റില്ല. ന ശക്യം ഹി, സാധ്യമല്ല. തു യാ കർമ്മഫലത്യാഗി, എന്തെന്നാൽ ഏതൊരു വ്യക്തി കർമ്മഫലങ്ങളെ ത്യജിക്കുന്നുവോ സാ ത്യാഗി അഭിധീയതേ, ആ വ്യക്തിയെയാണ് ഇവിടെ ത്യാഗി എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു വ്യക്തി ശരീരത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കൂടി ചെയ്യാണ്ട് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിട്ട് ത്യാഗിയാവാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, സാധ്യമല്ല. ത്യാഗി ആരാണ്? കർമ്മഫലങ്ങളെ മനസ്സെന്നേ ത്യജിക്കുന്നവനാണ് ഇവിടെ ത്യാഗി എന്നാണ് പറയപ്പെടുന്നത്. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥത്തിൽ ത്യാഗി എന്ന് പറയും ചെയ്യാം. കർമ്മം എന്നത് ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല എന്നല്ലേ ആദ്യം മുതൽ തന്നെ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ഫലം ഭഗവാന് സമർപ്പിക്കുക. ഇതാണ് ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചത്, ആദ്യം മുതൽക്കേ ഉപദേശിച്ചു തന്നിട്ടുള്ളത്. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രീത്യ നതു സന്യാസിനാം ക്വചിത്. അനിഷ്ടമിഷ്ടം മിശ്രം ച, അനിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ലതല്ല, തിന്മയാണത്, തിന്മയാണ്. അപ്പം നരകത്തിലേക്ക് നയിക്കുന്നതാണ്, പാപമാണ്. അനിഷ്ടം നമ്മുടെ ആത്മാവിന് അത് ഉപയുക്തമല്ല. ഇഷ്ടം ച, ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, ആത്മാവിന് ഉന്നതി നൽകുന്നത് അല്ലെങ്കിൽ നന്മ നൽകുന്നത്, നമുക്ക് പുണ്യം നൽകുന്ന അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് ആത്മാവിനെ ഉന്നതിയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആ കർമ്മങ്ങൾ. പിന്നെ മിശ്രം, ഇത് രണ്ടും ചേർന്നത്. പാപം ഉണ്ടാവും, പുണ്യം ഉണ്ടാവും. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പുണ്യപാപങ്ങളുടെ രണ്ടും മിശ്രമായിട്ട് അധികവും കാണുക നമുക്കല്ലേ. ഏത് കർമ്മം ചെയ്താലും എന്തിനും ഒരു നിഴലുണ്ട്. പക്ഷെ വളരെ കുറവാണെങ്കിലും ഏത് കർമ്മത്തിലും അതിൻ്റേതായ ചെറിയ ഒരു പാപം കാണുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു പൂ പൊട്ടിക്കുകയാണെന്ന് വെച്ചോ, ഒരു പൂ പൊട്ടി, ആ പൂ പൊട്ടിക്കുമ്പോഴും ആ ചെടിക്ക് അല്പം നോവുണ്ടാവും അല്ലേ. ഒരു ചെടിയുടെ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ചെറിയൊരു വേദന കാണും. അപ്പം അതിൻ്റെ ഒരു നിഴൽ മാതിരി നമുക്ക് വേണം വിചാരിക്കാം. ഇതി ത്രിവിധം കർമ്മണ ഫലം, ഇങ്ങനെ 3 വിധമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അത്യാഗിനാം പ്രേത്യ ഭവതി. അത്യാഗിന, ത്യജിക്കാത്തവർക്ക്, ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ എല്ലാ കർമ്മ ഫലങ്ങളെയും ഭഗവാന് വിട്ടുകൊടുക്കാത്തവർക്ക് എന്താ ഉണ്ടാവുക? പ്രേത്യ ഭവതി. അവർക്ക് അത്തരം ത്യാഗം ചെയ്യാത്തവർക്ക് മരണശേഷം അനുഭവിക്കേണ്ടി വരും. പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും. അതുകൊണ്ട് സ്വർഗത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. സന്യാസിനാം തു ക്വചിത് ന ഭവതി. സന്യാസികൾക്കാവട്ടെ, അഥവാ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള, മനസ്സുകൊണ്ട് എല്ലാത്തിനെയും ത്യജിച്ചവർക്കാവട്ടെ, ക്വചിത് ന ഭവതി, ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും പരലോകത്തിലും അവർക്ക് ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. ഒരു പുണ്യങ്ങളെയോ ഒരു പാപങ്ങളെയോ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. കാരണം അവർ വൈകുണ്ഠവാസികളാവും അല്ലേ, ഭഗവത് ധാമത്തിലെത്തുവർ. അനിഷ്ടമായത് അഥവാ പാപമായതായിക്കോട്ടെ പുണ്യമായതായിക്കോട്ടെ രണ്ടും ഇടകലർന്നതായിക്കോട്ടെ, ഇങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗിയല്ലാത്തവർക്ക്, അതിനെ ജീവിച്ചിരിക്കുമ്പോഴേ ത്യജിക്കാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. പക്ഷേ എല്ലാം ത്യജിച്ച സന്യാസികളായിട്ടുള്ളവർക്ക്, സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങളെ അനുഭവിക്കേണ്ടി വരില്ല. അപ്പം താനും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ നന്നായി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആത്മബോധം നേടിയ ഒരു വ്യക്തിക്ക് എപ്പോഴും മുക്ത അവസ്ഥയാണ്.
ജീവൻ മുക്തരാണ് അവര്. അതുമൂലം അവർക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടതാണ്. വീണ്ടും ഒരു ജന്മം ഇങ്ങോട്ട് വന്ന് അനുഭവിക്കേണ്ടി വരില്ല, ഒരു ജന്മം എടുക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ സ്വർഗത്തിലും പോണ്ട, നരകത്തിലും പോണ്ട. പഞ്ചേതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. ഹേ മഹാബാഹു ആയിട്ടുള്ള അർജുന, സർവകർമ്മണാം സിദ്ധയേ, എല്ലാ കർമ്മങ്ങളുടെയും സിദ്ധിക്ക് അഥവാ ലക്ഷ്യത്തിന്, അതിൻ്റെ ആ കാര്യത്തിൻ്റെ പ്രാപ്തിക്ക്, അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് സാംഖ്യേ കൃതാന്തേ പ്രോക്താനി, സാംഖ്യമായതിൽ അഥവാ വേദാന്തത്തിൽ കൃതാന്തേ പ്രോക്താനി, അതിൻ്റെ ആ വേദാന്തത്തിൻ്റെ സിദ്ധാന്തത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഏതാനി പഞ്ചകാരണാനി, അതിലെന്താ പറഞ്ഞിട്ടുള്ള 5 കാരണങ്ങളാത്രേ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കർമ്മങ്ങൾക്കും 5 കാരണങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ നിബോധയ, എൻ്റെ വാക്കിൽ നിന്ന് നീ അത് മനസ്സിലാക്കിയാലും ബോധിച്ചാലും. ഭഗവാൻ പറയാണ്, ഹേ മഹാബാഹുവായിട്ടുള്ള അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ സിദ്ധാന്തത്തിനനുസരിച്ചിട്ട് എല്ലാ കർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിൽ നിന്ന് നീ അത് കേട്ട് നന്നായി മനസ്സിലാക്കണം എന്നാണ് പറയണത്. ഏതൊരു കർമ്മത്തിനും പ്രതികരണം ഉണ്ടാവും എന്നിരിക്കെ ആത്മ അവബോധനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നേരത്തിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ, സന്യാസിക്ക് അതൊന്നും അനുഭവിക്കേണ്ട, അതേ പ്രകാരം എന്നാണ് ഇനി പറയുന്നത്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് വേദാന്തത്തിൻ്റെ സിദ്ധാന്തങ്ങളെ, തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇനി ഭഗവാൻ ഇതിനുള്ള മറുപടികൾ പറയുന്നത്. ആ 5 കാരണങ്ങളാണ് ഇനിയുള്ള അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവേദാച്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം തഥാ കർത്ത, ഈ 5 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഒരു കർമ്മത്തിന് അധിഷ്ഠാനമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളായിട്ടുള്ള 5 കാരണങ്ങളുണ്ട് അല്ലേ. ആ കർമ്മ നിർവാഹത്തിന്, ആ കർമ്മം ചെയ്യാൻ 5 കാരണങ്ങൾ വേണം. അതിൽ എന്താണ് അധിഷ്ഠാനം അഥവാ ഈ ശരീരം വേണം അല്ലേ. ശരീരമില്ലാണ്ട് കർമ്മം ചെയ്യാൻ പറ്റുമോ? ശരീരമില്ലാണ്ട് ആർക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല. തഥാ കർത്ത, അപ്രകാരം തന്നെ കർത്താവും വേണം. പൃഥക് വിധം കരണം ച, അത് മാത്രം മതിയോ? ശരീരം ഉണ്ടായി കയ്യും കാലൊന്നും ഇല്ലെങ്കിൽ എന്ത് കർമ്മ ചെയ്യാം? ഇപ്പോൾ പലതരത്തിലുള്ള കരണം ച, ഉപകരണങ്ങൾ, അത് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ വേണം, പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ വേണം. വിവിധ പൃഥക് ചേഷ്ട, പിന്നെ പ്രത്യേകമായിട്ടുള്ള ചേഷ്ടകൾ അഥവാ പ്രവർത്തനങ്ങൾ, പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അഥവാ പ്രയത്നങ്ങൾ വേണം. സന്ധി, ഇതെല്ലാം ഉണ്ടാവണം. അത്ര പഞ്ചമം ച ദൈവം, ഇത് മാത്രം മതിയോ? ഇത് മാത്രം പോരാ, പിന്നെ പരമാത്മാവും വേണം. 5ാമത്തെ കാര്യമായിട്ട് ആ പരമാത്മശക്തിയും അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ പ്രേരണയും വേണം, ശക്തിയും വേണം എന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ വേണമെന്ന്? നമ്മുടെ ശരീരം വേണം, പിന്നെ ജീവാത്മാവ്, കർത്ത എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് വേണം, ഉള്ളിൽ ജീവാത്മാവ് വേണ്ടേ. ആ ജീവാത്മാവല്ലാണ്ട് പിന്നെ ആരാധനയെക്കുറിച്ച് ചെയ്യിപ്പിക്കുക. പിന്നെ ഇന്ദ്രിയങ്ങൾ വേണം, അതിൻ്റെ ഉപകരണങ്ങൾ, ഈ ശരീരത്തിൻ്റെ ഉപകരണങ്ങളാണല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ വേണം. പിന്നെ വിവിധങ്ങളായിട്ടുള്ള ചേഷ്ടകൾ വേണം, പ്രവർത്തനങ്ങൾ വേണം അല്ലേ. പല ചേഷ്ടകൾ ചെയ്യണം, കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും ചെവികൊണ്ടും പലതും ചെയ്യണം അല്ലേ. അങ്ങനെ ചേഷ്ടകൾ വേണം. പിന്നെ അതൊന്നും പോരായിട്ട് നമ്മുടെ ശരീരത്തിന് എപ്രകാരമാണോ ഊർജം അല്ലെങ്കിൽ ചെയ്യാനുള്ള പ്രേരണ, ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നത് ജീവാത്മാവ്, അതേമാതിരി നമ്മുടെ ശരീരത്തിൽ എപ്രകാരം ജീവാത്മാവ് വസിക്കുന്നുവോ അതേമാതിരി ജീവാത്മാവിൻ്റെ ഉള്ളിൽ പരമാത്മശക്തി ഇരുന്നിട്ട് ജീവാത്മാവിന് ശക്തി കൊടുക്കണു. പരമാത്മാവിൻ്റെ ശക്തി ജീവാത്മാവിന് കിട്ടണു, ജീവാത്മാവ് അത് ശരീരത്തിന് കൊടുക്കണു. അങ്ങനെ ഇവിടെ കർമ്മങ്ങൾ നടക്കണു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അധിഷ്ഠാനം അഥവാ ശരീരം, കർമ്മം ചെയ്യുന്ന വ്യക്തി അഥവാ കർത്താവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് അഥവാ ജീവാത്മാവ്, പിന്നെ ആ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ, പലതരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ, പിന്നെ പരമാത്മശക്തി.
ആ ജീവാത്മാവിനും ശക്തി പകർന്നു നൽകണ ആ പരമാത്മതത്വം എന്നിവയാണ് കർമ്മത്തിൻ്റെ 5 ഘടകങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഒരു കർമ്മം ഇവിടെ നടക്കുള്ളൂ. ശരീരവാങ്മനോഭിര്യത് കർമ്മ പ്രാരബ്ധേ നര ന്യായം വാ വിപരീതം വാ പഞ്ചേതേ തസ്യ ഹേതവ. ശരീരവാങ്മനോഭി, ശരീരം, മനസ്സ്, വാക്ക് എന്നിവ കൊണ്ട് നര ന്യായം വാ വിപരീതം വാ. മനുഷ്യര് ന്യായമായത് അഥവാ ശരിയായത്, ശരിയായ കാര്യങ്ങൾ, ന്യായപൂർവമുള്ള കാര്യങ്ങൾ അല്ല അതിൻ്റെ വിപരീതം വാ, ന്യായമല്ലാത്തത്, അന്യായമായത്, തെറ്റായത്. കാരണം പാപങ്ങൾ ഉണ്ടാക്കുന്നതും പുണ്യങ്ങൾ. ന്യായമായ കാര്യം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പുണ്യം കിട്ടും. ന്യായമായതല്ലാത്തത് ചെയ്താലോ, അന്യായം ചെയ്താൽ പാപം കിട്ടും. ആയിട്ടുള്ള യത് കർമ്മ പ്രാരഭതേ, ഏതൊരു കർമ്മത്തിനെ ആരംഭിക്കുന്നുവോ തസ്യ ഏതേ പഞ്ച ഹേതവ, ആ കാര്യത്തിന്, തസ്യ അതിന്, ഇതിന്, അത്തരം കർമ്മത്തിന്, അത് ന്യായമായിക്കോട്ടെ അന്യായമായിക്കോട്ടെ, അതിന് ഏതേ പഞ്ചഹേതവ, ഈ 5 ഇതിനെല്ലാം കാരണം എന്നാണ് പറയുന്നത്. ന്യായമായ കാര്യം ചെയ്യാനും ഈ 5 വേണം, അന്യായമായ കാര്യം ചെയ്യാനും ഈ 5 തന്നെ വേണം. പക്ഷേ പരമാത്മാവ് നമ്മളെ അന്യായം ചെയ്യണമെന്ന് തടഞ്ഞു നിർത്തണമെന്നില്ല അല്ലേ? ആ ജീവാത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തി തീരുമാനിക്കണം ഞാൻ എന്താണ് ചെയ്യണത്. ഇത് വേദവിദിതമാണോ, ഇത് വേദത്തിന് വിപരീതമാണോ. ന്യായം എന്ന് പറഞ്ഞാൽ വേദത്തിൽ അനുവദിച്ചത്, അന്യായം എന്ന് പറഞ്ഞാൽ വേദം നമ്മളെ, അതിനാണ് നമുക്ക് ആ നിയമാവലി തന്നിട്ടുണ്ട് അല്ലേ? ജന്മം തന്നോടുകൂടെ ഒരു നിയമാവലിയും തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ചെയ്യണം. അതിനാണ് നമുക്ക് വിവേകവും തന്നിട്ടുള്ളത്. ആ ജീവാത്മാവ് എന്ത് കർമ്മം ചെയ്യാനാണെങ്കിലും പരമാത്മാവ് അതിന് ഒത്താശ നൽകണം, അതിനുള്ള ഊർജം നൽകണം. ഇപ്പോൾ പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രസമ്മതമായിട്ടുള്ള ന്യായസമ്മതമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അന്യായമായിട്ടുള്ളതായിക്കോട്ടെ, മനുഷ്യൻ തൻ്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും കാരണം ഈ 5 ഘടകമാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഈ 5 ഘടകങ്ങൾ ആവശ്യമാണല്ലോ അല്ലേ? ആവശ്യമാണ്. കാരണം ഇന്ദ്രിയം, ഒരു ഏറ്റവും പ്രബലനായ ഇന്ദ്രിയം മനസ്സാണ്. അപ്പം അവിടെ ഇന്ദ്രിയം വന്നു. എൻ്റെ ആ ഇന്ദ്രിയം എവിടെ ഇരിക്കണം? മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കണത്. അതുണ്ട്. പിന്നെ ജീവാത്മാവുണ്ടേനി, പരമാത്മശക്തിയും ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങളുണ്ടേനി. ശരീരം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സാകുന്ന ഇന്ദ്രിയുണ്ട്. അപ്പം ഇതിനും വേണം, മനസ്സുകൊണ്ട് കാര്യം ചെയ്യുകയാണെങ്കിലും വേണം എന്ത്? ഈ 5 തത്വങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവ.